ഹായ് ഫ്രണ്ട്സ്, ഗോബൂസ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് പാണാട്ട് വിഷ്ണുമായ ക്ഷേത്രം. പാണാട്ട് അമ്പലത്തിൽ പ്രധാനമായും ഭദ്രകാളി, വിഷ്ണുമായ, മലങ്കുറത്തി, പുളിയമ്പുള്ളി നമ്പൂതിരി എല്ലാവരും അടങ്ങിയിട്ടുള്ളതാണ് അവിടുത്തെ അമ്പലത്തിലെ പ്രതിഷ്ഠകൾ. അപ്പോൾ അവിടുത്തെ 4 ദിവസത്തെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യത്തെ ദിവസം പുളിയമ്പുള്ളി നമ്പൂതിരിക്കും ദുർഗാ ഭഗവതിക്കും കളവും തോറ്റമ്പാട്ടും വിശേഷാൽ പൂജയും ഒക്കെ ആയിരുന്നു. രണ്ടാമത്തെ ദിവസം ആനപ്പൂരാണ് ഉണ്ടാവാറുള്ളത്. 5 ആനകളെ നിരത്തിയിട്ടാണ് ആനപ്പൂരം ഉണ്ടാവാറുള്ളത്. വൈകുന്നേരം കുട്ടികളുടെ ഡാൻസ്, കുട്ടികളുടെയും വലിയവരുടെയും ഡാൻസ്, അങ്ങനത്തെ പരിപാടികളാണ് ഉണ്ടാവാറുള്ളത്. മൂന്നാമത്തെ ദിവസമാണ് വിഷ്ണുമായ ചാത്തസ്വാമിക്ക് ബ്രഹ്മവെള്ളാട്ട് തിറമഹോത്സവം ഉണ്ടാവുക. അന്ന് ഉച്ചയ്ക്ക് വിശേഷാൽ പൂജയാണ് ഉണ്ടാവുക. ശക്തി പൂജ എന്നാണ് അതിന് പറയുക. കൂടുതലും തമിഴന്മാരായിരിക്കും അന്നത്തെ ദിവസം നമ്മളുടെ അമ്പലത്തിലേക്ക് വരാറുള്ളത്. അന്നത്തെ പറയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. തീപ്പറ എന്നാണ് അതിന് ഒരു പ്രത്യേക പേരാണത്. അത് അന്നേ ദിവസം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉണ്ടാകുള്ളൂ. തീപ്പറ എന്നാണ് അതിൻ്റെ ഒരു വഴിപാടിൻ്റെ പേര്. അന്നേ ദിവസം വൈകുന്നേരമാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. തിരുവാതിരക്കളി ഉണ്ടാകും, കൈകൊട്ടിക്കളി ഉണ്ടാകും. പിന്നെ വിഷ്ണുമായ സ്വാമീനെ നമ്മൾ പുറത്തേക്ക് എഴുന്നള്ളിക്കും. പടി വരെ എഴുന്നള്ളിച്ചിട്ട് തിരിച്ച് കൊണ്ടുപോകും. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട്. കൂടാതെ ചെണ്ടമേളം ഉണ്ടാവും, നാദസ്വരം ഉണ്ടാവും, തിറയാട്ടം ഉണ്ടാവും, കാവടിയാട്ടം ഉണ്ടാവും, പാനചാട്ടം എന്നുള്ള ഒരു ഐറ്റം ഉണ്ടാക്കും, തെയ്യം ഉണ്ടാവും, പിന്നെ രാമായണ വേഷങ്ങൾ ഉണ്ടാകും. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അവിടെ നടന്ന കൈകൊട്ടിക്കളിയുടെ ഭാഗങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. പാട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് കാണിക്കാത്തത്. പക്ഷെ അടിപൊളി പാട്ട്, വിഷ്ണുമായയുടെ പാട്ടാണ് അത്. നമ്മളുടെ നമുക്കത് ലയിച്ചിരുന്ന് പോകും. അവർ കളിക്കണതും അടിപൊളി. 6:45 തുടങ്ങിയിട്ട് 9:30 കഴിഞ്ഞു ഈ കളി അവസാനിച്ചപ്പോൾ. അതുവരെയും അവർ 2 സെറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സെറ്റിൽ ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അവർ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കും. നമ്മൾ വേറൊരു ഭാഗത്തേക്ക് ആ പാട്ടിൽ മുഴുകി നമ്മളവിടെ ലയിച്ചിരിക്കും. അത്രയധികം ഗംഭീരമായിട്ടാണ് അവർ കളിച്ചിട്ടുള്ളത്. വലിയവർ പോലെ തന്നെ ചെറിയവർ അതിനേക്കാളും മികച്ച് തന്നെ നിന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ക്യാഷ് മാല ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിരുന്നു. കുട്ടികൾക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വിഷ്ണുമായയുടെ പാട്ടാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വിഷ്ണുമായ ഇറങ്ങി വരണതാണ് ആ കാണിക്കുന്നത്. ഇവരുടെ പാട്ടിൽ ലയിച്ചിട്ട് വിഷ്ണുമായ ഇറങ്ങി വരണതാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് പേര് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, നന്നായിട്ട് തിരക്കായിരുന്നു. വൈകിട്ട് ഞാൻ പോയപ്പോൾ ദീപാരാധനയ്ക്ക് നേരത്തെ ഞാൻ പോയപ്പോൾ അവിടെ കളം വരയ്ക്കാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞ് വിഷ്ണുമായനെ ഇറക്കണതിന് മുന്നേ തന്നെ അവിടെ കളം പാട്ട് അത് ഉണ്ടാകും. 4ാമത്തെ ദിവസം മലങ്കുറവനും കുറത്തിക്കും കാളവും തോറ്റമ്പാട്ടൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. കൂടാതെ മലനായാടി മുത്തപ്പന് രൂപക്കുളവും കൂടി അന്നുണ്ടാകും. അതോടുകൂടിയാണ് ഉത്സവം അവസാനിപ്പിക്കുക. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പുളിയ നമ്പൂതിരിയുടെയും ദുർഗാ ഭഗവതിയുടെയും ഭദ്രകാളിയുടെയും അമ്പലം തുറക്കുള്ളൂ. അത് ഒരാഴ്ച അടച്ചിടും. പിറ്റേ ദിവസം തുടങ്ങി വിഷ്ണുമായയുടെ അമ്പലം മാത്രം തുറന്നിടും. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലെ പരിപാടികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 1 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഉത്സവ സമയത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കാനായിട്ട് വന്നത്. പക്ഷേ വീട്ടിൽ നിന്നും കണ്ടു എന്നല്ലാതെ ഞാനത് അമ്പലത്തിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ കളി കഴിഞ്ഞിട്ട് കയറാനായിട്ട് ഒരുപാട് തെയ്യങ്ങൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. രാമായണ വേഷങ്ങൾ വേറെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാവടി സെറ്റ് ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് നമ്മളുടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വേഷങ്ങൾ. ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് അവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഡാൻസ് ഉണ്ട്. ഞാൻ ദീപാരാധനയ്ക്ക് തൊഴാൻ തുടങ്ങിയിട്ട് വന്നിരിക്കുന്നതാ. പിന്നെ പോയത് എല്ലാം കഴിഞ്ഞ് പാതിരായ്ക്കാണ്. 4 ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അന്നദാനം കഴിക്കാനായിട്ട് വരാറുണ്ട്.
അങ്ങനെ കൈകൊട്ടിക്കളി കഴിഞ്ഞു. അതിനുശേഷം ദേ തെയ്യങ്കാരും കാവടിക്കാരും കൂടി അവരുടെ ഊഴത്തിനായിട്ട് വന്നു തുടങ്ങി. ട്രാൻസ്ജെൻഡേഴ്സും ദേ വേഷങ്ങളൊക്കെ അണിഞ്ഞ് എത്തിയിട്ടുണ്ട്. കാവടിയുടെ ഇടയിൽ കൂടെ തെയ്യവും പിന്നെ നമ്മളുടെ രാമായണ വേഷങ്ങളും എല്ലാം ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഡാൻസ്. ഇവർ ഒരു പ്രത്യേക താളത്തിൽ ആ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം കുറേ നേരം ബാക്ക് ഭാഗമാണ് കിട്ടിയിട്ടുള്ളത്. കാരണം എനിക്ക് ഈ കാവടിയുടെ ഇടയിൽ കൂടെ ഉള്ളിലേക്ക് പോകാനൊരു പേടി. കാരണം വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒച്ചയാക്കോ എന്നുള്ളത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിൽ നിന്നാണ് കുറേ നേരം വീഡിയോ എടുത്തത്. പിന്നെ ഒരു ചേട്ടൻ എന്നോട് പറയുക, മോളെ ഉള്ളിലേക്ക് പോയിട്ട് കടന്നിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഉള്ളിൽ പോയിട്ട് അവരുടെ ഡാൻസൊക്കെ എടുത്തത്.
അങ്ങനെ 11:30 ആയപ്പോഴാണ് വിഷ്ണുമായയുടെ തിടമ്പ് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ടാണ് തിടമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അത് ഇനി ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മളുടെ റോഡിൻ്റെ പടി വരെ എത്തും. പടി വരെ എത്തിയിട്ടാണ് പിന്നെയാണ് തിരിച്ചു പോവുക. അപ്പോഴത്തേക്കും ഒരു വെളുപ്പാങ്കാലമൊക്കെ ആവും. അവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ വെളുപ്പിന് 4 മണിയൊക്കെ ആവും. 4 മണിക്കാണ് പിന്നെ വിഷ്ണുമായ സ്വാമിക്ക് കൽപ്പന പുറപ്പെടുവിക്കാറുള്ളത്. സ്വാമിനെ ഇറക്കണ നേരത്ത് നമുക്ക് പിന്നെ വേറൊരു പ്രത്യേകത കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ ഓരോരോ രൂപങ്ങൾ നമ്മളുടെ ഇടയിൽ കൂടെ അവർ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ അടുത്തെത്തുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയായി. കാരണം നമ്മളെടുത്തേക്ക് ഇങ്ങനെ വന്നാലോ എന്നുള്ളൊരു ഇതുകൊണ്ട് പേടിയായി. ചിലത് മാത്രമാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്. അവർ വിഷ്ണുമായ സ്വാമിനെ തൊഴുത് അനുഗ്രഹം വാങ്ങി ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു മുഖം മൂടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്രാവശ്യത്തെ ഉത്സവം അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം ഓരോരോ ചടങ്ങുകളും കാര്യങ്ങളും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അടുത്ത വർഷം ഇതുപോലെ കാണാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ നിർത്താണ്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് കിട്ടും.